സ്ഥലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാനിപ്പോ എവിടെ ഉള്ളതെന്ന്. അതെ, ഞാൻ നമ്മുടെ ചെട്ടികുളങ്ങരയിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് അവിടെ കണ്ടൊരു കടയിൽ കയറി ദേവിക്ക് കൊടുക്കാൻ പട്ടും തെറ്റിപ്പൂ മുല്ലപ്പൂമാലയൊക്കെ വാങ്ങി. അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ രാജു കൊച്ചു പിള്ളേരെ കളിപ്പാട്ടം വെച്ച് അവിടെ കളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വഴിപാട് കൗണ്ടറിൽ പോയി രസീത് എഴുതിപ്പിച്ച് തിരിച്ചു വന്ന് കുളത്തിലും ഇറങ്ങി നമ്മൾ പോയി ദേവിയെ കണ്ട് തൊഴുതിറങ്ങി. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ ഉല്ലാസ് ചെട്ടികുളങ്ങര നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവൻ നമ്മുടെ രാജുവിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങ് ആലപ്പുഴയിൽ നിന്ന് വന്നതാണ് ഗൈസ്. ഫ്രണ്ടാണ് ആലപ്പുഴക്കാരൻ. കണ്ടില്ലേ, നമ്മുടെ നന്ദുവിന്റെ കാലിൽ ഒരു മണിയൊക്കെ ഉണ്ട് ഗൈസ്. അവിടെ വെച്ച് വളരെ യാദൃശ്ചികമായിട്ട് നമ്മൾ നമ്മുടെ പായിപ്പാട് ചുണ്ടൻ വെള്ളത്തെ കണ്ടു. പിന്നെ നമ്മൾ കുറച്ചേരം അവിടെ ആൽമരച്ചോട്ടി ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു. അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ രാജു പുട്ടണ്ണനെ വിളിച്ചോണ്ട് ഫോട്ടോ എടുക്കാൻ പോകുന്ന പോക്കാണത്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പായിപ്പാടനും ചിക്കുച്ചേട്ടനും കൂടെ നേരെ ഹരിപ്പാടോട്ട് വിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ വന്നതിന്റെ മെയിൻ കാരണം കഞ്ഞി കുടിക്കണമല്ലോ, അതിനാണല്ലോ നമ്മൾ അങ്ങ് പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ വരെ വന്നത്. അങ്ങനെ സ്പൂണായി, പ്ലേറ്റായി, കഞ്ഞിയായി, നമ്മളൊരു മൂലയ്ക്ക് പോയി ഇരിപ്പുമായി. അങ്ങനെ നമ്മൾ കഞ്ഞിയും വാങ്ങിച്ച് അവിടെ പോയിരുന്ന് വട്ടത്തി കഞ്ഞി കുടിക്കാൻ തുടങ്ങി. നമ്മൾ വട്ടത്തി ഇരുന്ന് കഞ്ഞി കുടിച്ചപ്പോൾ രണ്ട് പരിഷ്കാരികൾ മാറി നിന്ന് കഞ്ഞി കുടിക്കുകയാണ് ഗൈസ്. നമ്മൾ 2 സ്പൂൺ കഞ്ഞി കുടിച്ചപ്പോഴത്തേന് അവന്മാർ 1 പ്ലേറ്റ് കഞ്ഞിയും കുടിച്ചിട്ട് ദേ വന്ന് നിൽക്കുന്നു. കഞ്ഞിയും കുടിച്ച് പുറത്തിറങ്ങി അവിടെ ഒരു കടയിൽ കയറി ദേവിയുടെ ചെറിയൊരു ഫ്രെയിം വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ നാരങ്ങളും കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി പുറത്ത് വന്ന് അവിടെ കണ്ടൊരു കടയിൽ കയറി എല്ലാവരും ഓരോ ഗ്ലാസ് നാരങ്ങളും വാങ്ങിച്ച് വയറ് നിറയെ നാരങ്ങളും കുടിച്ചു. വയറ് നിറഞ്ഞ് ബസ് സ്റ്റോപ്പിലോട്ട് പോയി ബസ്സും പിടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ട്. അപ്പൊ ഇന്നത്തെ ഗൈസ് ടാറ്റ ബൈ ബൈ.